ഓർമ്മയുണ്ട് വലിയ പോകുമ്പോൾ അടിച്ചോ മറന്നുകൊണ്ടാ നമ്പർ എൻ്റെ പത്രകർത്തരല്ലേ നമ്പർ എൻ്റെ പത്രകർത്തര ജനത്തിൻ്റെ ಅದರ ಅನುಗುಣಗಳು ಇರುವುದು, ಗುಣಗಳಿರುವುದು ಯಾರಿಗೆಲ್ಲ? ಅಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆಯುವಂತ ಪ್ರಾಣಿ ಪಕ್ಷಿಗಳಿಗೆ, ಅಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆಯುವಂತ ಮನುಷ್ಯರಿಗೆ, ಅಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆಯುವಂತ ಸರ್ವಸ್ವಕ್ಕೂ ಕೂಡ ಶಾಂತಿಯ ಸಂದೇಶವನ್ನು ಕೊಡುವಂತಹ ಸುಂದರ ಸಮಾಜ ನಿರ್ಮಾಣ ಮಾಡುವಂತಹ ಸುಸಜ್ಜಿತ ವ್ಯವಸ್ಥೆಯ ಹೆಸರಾಗಿದೆ ಸೂಫಿಸಂ ಎಂಬುದು. ಅಂತಹ ಒಂದು ಸುಂದರ ಸಂದೇಶಗಳನ್ನು ನರಾದ ಮನುಜರಾಗಿದ್ದಾರೆ ಎಂದು ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತನ್ನವರಿಗೆ ಅವತೀರ್ಣವಾದಂತಹ, ನಮಗೆಲ್ಲರಿಗೂ ಸ್ವೀಕಾರ್ಯವಾದಂತಹ, ಪಾಲಿಸಲೇಬೇಕಾದಂತಹ ವಿಶುದ್ಧ ಕುರ್ಆನಿನಲ್ಲಿ ವಿಶದೀಕರಿಸುವಾಗ, ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಒಂದು ಊರಿನ ಉತ್ತುಂಗಕ್ಕೆ ಎಷ್ಟೋ ಕಾರಣಕಾರರಾಗಿರುವುದು ಕೇವಲ ರಾಜಕೀಯ ವ್ಯಕ್ತಿಗಳಲ್ಲ, ಕೇವಲ ಊರಿನ ಸಂಪನ್ನರಲ್ಲ, ಕೇವಲ ಆಲಿಮರಲ್ಲ, ಕೇವಲ ಉಲಮಾಗಳಲ್ಲ, ಇವೆಲ್ಲರನ್ನು ಒಗ್ಗೂಡಿಸಿ ನೇತೃತ್ವ ಸ್ಥಾನದಲ್ಲಿ ಬೆಳೆಸಲು ಸಾಧ್ಯವಿರುವಂತಹ ಒಂದು ಔಲಿಯ, ಒಂದು ಆಲಿಮ್, ಒಂದು ಸಜ್ಜನಿತ ವ್ಯಕ್ತಿಯಿಂದ ಮಾತ್ರವೇ ಒಂದು ಊರನ್ನು ಬದಲಾಯಿಸಲು ಸಾಧ್ಯವಿರುವುದು. ನಮಗೆ ನಮ್ಮ ಊರನ್ನು ಒಮ್ಮೆ ಕಣ್ಣೋಡಿಸಿ ನೋಡುವ, ನಮ್ಮ ಊರಿನಲ್ಲಿರುವ ಸಂದೇಶಗಳನ್ನು ನೋಡುವ, ಇಲ್ಲಿರುವ ಸಂಭ್ರಮಗಳು ನಮಗೆ ಪರೀಕ್ಷಿಸಿ ನೋಡುವ. ನೋಡಿ ಎಷ್ಟು ಸುಂದರವಾದ ತಲೆ ಎತ್ತಿ ನಿಲ್ಲುತ್ತಿರುವಂತಹ ಒಂದು ಶುಭ್ರ ವಸ್ತ್ರಧಾರಿಯಂತೆ ನಮ್ಮ ಕಣ್ಣ ಮುಂದೆ ಆರಾಧಿಸುತ್ತಿರುವ ಸುಂದರವಾದ ಮಸೀದಿ. ಈ ಮಸೀದಿ ಕಟ್ಟಲು ಕಾರಣ ಯಾರು? ಅಲ್ಲಿ ನೋಡಿ ಸುಂದರವಾಗಿ ತಲೆ ಎತ್ತಿ ನಿಂತಿರುವ ಮದರಸಾ ವ್ಯವಸ್ಥೆ, ನಮ್ಮ ಹಿಂದುಗಡೆ ನೋಡಿದರೆ ಅನಾಥಾಲಯ, ಅಲ್ಲಿ ಸೂಫಿ ಶೇಖರ ದರ್ಗಾ, ಹೀಗೆ ಹಲವಾರು ವಿಶೇಷತೆಗಳು. ಇವೆಲ್ಲವೂ ಬೆಳೆದು ಬಂದದ್ದು ಹೇಗೆ? ಕೇವಲ ಸಂಪತ್ತಿನಿಂದ ಮಾತ್ರವಲ್ಲ, ಕೇವಲ ಉಮರಾಗಳ ಬೆಳವಣಿಗೆಯಿಂದ ಮಾತ್ರವಲ್ಲ, ಕೇವಲ ಆಲಿಮ್ಗಳ ಪ್ರಯತ್ನದಿಂದ ಮಾತ್ರವಲ್ಲ, ಒಗ್ಗೂಡಿನ ವ್ಯವಸ್ಥೆಯಿಂದ, ಸ್ನೇಹ ವ್ಯವಸ್ಥೆಯಿಂದ ಬದಲಾದಂತಹ ಒಂದು ವಿಪ್ಲವವಾಗಿದೆ ಇಂದು ನಮ್ಮ ಎಮ್ಮಮಾಡಿನಲ್ಲಿ ಕಾಣುವುದಾದರೆ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാർക്ക് വലിയ കറാമത്തുകൾ കൊടുക്കാറുണ്ട്. അത് അവരുടെ ആ കറാമത്തിന്റെ കഴിവിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഉൾക്കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വരാനും അവർക്ക് ആദരവായി കൊണ്ടും അല്ലാഹു തആല നൽകുന്നതാണ്. അത് ഹയാത്തു കാലത്തിലുണ്ടാകും, അവരുടെ മരണത്തിന് ശേഷവും ഉണ്ടാകും. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ഹയാത്തു കാലത്തു തന്നെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും അതിൽ ആകൃഷ്ടരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നും നമുക്കറിയാം, ഇവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തങ്ങൾ ഇവിടുത്തെ ഹദ്റത്തിലേക്ക് ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന്, അതേപോലെ കർണാടകയിൽ നിന്ന്, മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നത് അവിടുത്തെ സിയാറത്ത് ചെയ്ത് അവിടുത്തെയോട് സങ്കടങ്ങൾ പറയുമ്പോൾ നേടിയെടുക്കുന്ന അത്ഭുതങ്ങളായ ഫലങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ്. മനുഷ്യരുടെ അവസ്ഥ നമുക്കറിയാം. എന്തെങ്കിലും ഉപകാരം കിട്ടിയാൽ ആ ഉപകാരത്തിന്റെ അടിമകളാണ് മനുഷ്യന്മാർ. ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്തു കൊടുത്താൽ അവരെ പുകഴ്ത്താനും അവരെ അംഗീകരിക്കാനും അവരെ കൂടെ നടക്കാനും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും ഈ ഉപകാരങ്ങൾ നേടിയെടുത്ത ആളുകൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഔലിയാക്കൾക്ക് അല്ലാഹു പറഞ്ഞു വരുന്നു. ഏതാണ്ട് 200 വർഷം മുമ്പ് ഇവിടെ വന്ന മഹാനാണ് സയ്യിദ് ഹസനു സഖാഫി ഹദ്റമി തങ്ങൾ. എൻ്റെ ഉപ്പാപ്പ ഹസനു സഖാഫ് തങ്ങൾ ആദൂരിൽ വന്നു. ഉമ്മ ചുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയെ വിവാഹം കഴിച്ചു. അത് ആദൂരിൻ്റെ ഞങ്ങളുടെ മജ്ലിസിൻ്റെ ഒക്കെ തൊട്ടടുത്ത ഒരു പ്രദേശമാണ്. അതിലൂടെ മഹാനവറുകൾക്ക് 3 സന്താനങ്ങളുണ്ടായി. ഹസനു സഖാഫ് തങ്ങൾക്ക് ഒരു മകനാണ് കൊണ്ടങ്കേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുല്ലാഹി സഖാഫി, അബ്ദുറഹ്മാൻ സഖാഫ് എന്ന് പറയുന്നു അബ്ദുല്ലാഹി സഖാഫ് തങ്ങൾ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസനു സഖാഫ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ സഖാഫ് തങ്ങൾ, അവരുടെ വാപ്പ മുഹമ്മദ് സഖാഫ് തങ്ങൾ, അവരുടെ വാപ്പ ഇബ്രാഹിം സഖാഫ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35ാമത്തെ മകനാണ് ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ. 35ാമത്തെ പേരമകൻ. അവരുടെ ഒരു ചെറിയൊരു വിവരം, ആരാണ് ഹസൻ സഖാഫി എന്നും അവരെങ്ങനെ വന്നു എന്നൊക്കെ വിവരിക്കുന്ന ബഹിജത്തുൽ അൽത്താഫ് എന്ന ഒരു മൗലിദ് ഞാൻ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ಸೃಷ್ಟಿಕರ್ತನ ಸಂತೃಪ್ತಿಗಾಗಿ, ಸೃಷ್ಟಿಗಳ ಸೇವೆಗೆ ಬೇಕಾಗಿ ಈ ನಾಡಿನಲ್ಲಿ ಬದುಕುವಾಗ ಈ ಜಗತ್ತು ಅವರನ್ನು ಹೃದಯದಲ್ಲಿಟ್ಟುಕೊಂಡು ನಡೆಯಿತು. ಈ ಎಮ್ಮೆ ಮಾಡಿಗೆ ಬಂದವರು ಬರದವರು ಕೂಡ ಎಮ್ಮೆ ಮಾಡಿನಲ್ಲಿ ಮಲಗಿರುವ ಔಲಿಯಾಗಳ ಬಗ್ಗೆ ಅವರಿಗೆ ಪರಿಹಾರಕ್ಕೆ ಬೇಕಾಗಿ ಮನುಷ್ಯರನ್ನು ಕೊಂದ ಮೊಹಮ್ಮದ್ ಖಜಿನಿಯಂತಹ, ಮೊಹಮ್ಮದ್ ಬಿನ್ ಸುಲ್ತಾನ್ರಂತಹ ಕೆಲವರ ಚರಿತ್ರೆಯನ್ನು ನೋಡಿ ಇದು ಇಸ್ಲಾಂ ಅಂತ ಕೂಡ ಯಾರು ಕೂಡ ಭಾವಿಸುವ ಅಗತ್ಯವಿಲ್ಲ. ಈ ಸಂತರ ಸಾಂತ್ವನದ ಸಿಹಿ ಸ್ಪರ್ಶಗಳ ಮೂಲಕ ಬಂತು, ಅದು ಪ್ರೀತಿಯ ಮಾತುಗಳ ಮೂಲಕ ಬಂತು. ಅದನ್ನು ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಂಡು ಈ ನಾಡಿಗೆ ಪಸರಿಸಬೇಕಾಗಿದ್ದು ನಮ್ಮ ಕರ್ತವ್ಯವಾಗಿದೆ. ಉರುಸುಗಳು ಕೇವಲ ನಾವೆಲ್ಲರೂ ಕೂಡ ಕೇವಲ ಉರುಸಿನಲ್ಲಿ ಬಂದು ಒಟ್ಟು ಸೇರಿ ಅವರು ಕಲಿಸಿಕೊಟ್ಟ ಒಂದು ಆದರ್ಶವಿದೆ. ಒಬ್ಬ ನಿಜವಾದ ಮುಸ್ಲಿಂ ಈ ಪ್ರಪಂಚದಲ್ಲಿ ಹೇಗೆ ಬದುಕಬೇಕು ಎಂದು ನಮಗೆ ಕಲಿಸಿಕೊಟ್ಟ ಒಂದು ನೀತಿ ನಿಯಮಗಳಿವೆ. ಆ ರೀತಿಯಲ್ಲಿ ಬದುಕಲು ನಾವು ಯಾವತ್ತೂ ಕೂಡ ರೆಡಿಯಾಗಬೇಕು. ಪರದಾಟಗಳಲ್ಲಿ ಸಿಲುಕಿ ಇದೇ ಇಸ್ಲಾಂ ಎಂಬ ರೀತಿಯಲ್ಲಿ ಯಾರು ಕೂಡ ಹೋಗಬಾರದು. ನಮ್ಮೆಲ್ಲರ ಅತ್ಯಂತ ಆಯುಧವಾಗಿದೆ. ಸನ್ಮಾನ್ಯ ಶಾಸಕರು ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ. ಅತ್ಯಂತ ಸಂತೋಷದ ಒಂದು ಸಂಗಮವಾಗಿದೆ ಇದು. ಕರ್ನಾಟಕದಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಕೂಡ ತಿಳಿದಿರುವ ಸ್ಪರ್ಶವನ್ನು ನೀಡಿಕೊಂಡು ಈ ನಾಡಿನ ಜನರಿಗೆ ಪ್ರೀತಿಯನ್ನು ಧಾರ ಎರೆಯುತ್ತಾ ಅವರು ಮುನ್ನಡೆಯುತ್ತಾರೆ. ಜೀವಂತ ಮನುಷ್ಯನಿಗೆ ಸಾಧ್ಯವಿಲ್ಲ. ಕಾರಣ ಮಹಾತ್ಮರು ಆ ರೀತಿ ಈ ನಾಡಿನಲ್ಲಿ ಆಧ್ಯಾತ್ಮಿಕತೆಯಿಂದ ಬದುಕಿದವರು, ಸಾಂತ್ವನದ ಸ್ಪರ್ಶವನ್ನು ನೀಡುತ್ತಾ ಬದುಕಿದವರು, ಸೌಹಾರ್ದ ಕಾರ್ಯಕ್ರಮ ಕೂಡ ತಯಾರಿ ಮಾಡ್ಕೊಳ್ಳಿಕ್ಕಾಗಲಿಲ್ಲ. ಅದರಿಂದ ಅವರಿಗೆ ಇಚ್ಛೆ ಇದ್ರೂ ಕೂಡ ಈ ಕಾರಣಾಂತರಗಳಿಂದ ಇಲ್ಲಿಗೆ ಬರಕ್ಕೆ ಸಾಧ್ಯ ಆಗಿಲ್ಲ. ಬರಲೇಬೇಕು ಅಂತೇಳಿ ನಾವೆಲ್ಲ ಕೂಡ ಬಹಳ ಒತ್ತಾಯ ಮಾಡಿ ನಾವು ಆಮಂತ್ರಣ ಮಾಡಿದ್ದು. ಅದರಿಂದ ಅವರು ಇವತ್ತು ಬೆಳಿಗ್ಗೆ ದೂರವಾಣಿ ಮೂಲಕ ನಮಗೆ ಕರೆ ನೀಡಿ ಬರಲಿಕ್ಕಾಗದೇ ಇದ್ದಿದ್ದಕ್ಕೆ ತಮ್ಮಲ್ಲಿ ಕ್ಷಮೆಯನ್ನು ಕೇಳ್ತಾ ತಮ್ಮೆಲ್ಲರೂ ಕೂಡ ಶುಭಾಶಯಗಳನ್ನು ತಿಳಿಸ್ಕೊಟ್ಟಿದ್ದಾರೆ. ಈಗಾಗಲೇ ಧರ್ಮಗುರುಗಳು ಅನೇಕ ವಿಚಾರಗಳನ್ನು ಪ್ರಸ್ತಾಪ ಮಾಡಿದ್ದಾರೆ. ಎಲ್ಲ ಧರ್ಮವೂ ಕೂಡ ಶಾಂತಿಯನ್ನು, ಪ್ರೀತಿಯನ್ನು, ಸೌಹಾರ್ದತೆಯನ್ನು ಪ್ರತಿಪಾದಿಸ್ತಿದೆ. ಯಾವ ಧರ್ಮವೂ ದ್ವೇಷಿಸಬೇಕು ಅಂತ ಹೇಳೋದಿಲ್ಲ. ಎಲ್ಲ ಧರ್ಮವೂ ಕೂಡ ಪ್ರೀತಿಸಬೇಕು ಅಂತಲೇ ಹೇಳುತ್ತೆ. ಮತ್ತು ಸಾಮರಸ್ಯದ ಮತ್ತು ಸೌಹಾರ್ದತೆಯ ಸಮಾಜ ನಿರ್ಮಾಣ ಆಗಬೇಕು ಅಂತ ಹೇಳುತ್ತದೆ ಪ್ರತಿಯೊಂದು ಧರ್ಮದ ಗುರಿ. ಅದರಂತೆ ಶಾಂತಿಯನ್ನು ಪ್ರತಿಪಾದಿಸಿದಂಥ ಸೂಫಿ ಸಂತರ ಪುಣ್ಯಸ್ಥಳದಲ್ಲಿ ಸಮಾಜದಲ್ಲಿ ಶಾಂತಿ ನೆಲೆಗೊಳ್ಳಬೇಕು. ಇವತ್ತು ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದಲ್ಲಿ ಯುದ್ಧ ನಡೀತಾ ಇದೆ. ಈ ಯುದ್ಧದಿಂದ ಯಾರಿಗೂ ಕೂಡ ಪ್ರಯೋಜನ ಇಲ್ಲ. ಬರೀ ಅಮಾಯಕರು സായിത്താരെ മനുഷ്യനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന മലക്കുകൾ വിളിച്ചു പറഞ്ഞു. അതിൽ നിന്നാണ് ആ അറൂസി എന്ന പദത്തിൽ നിന്നാണ് നമ്മുടെ കൊടക് ജില്ലയിൽ എന്ന് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഉറൂസ്, ആ ഉറൂസ് വർഷത്തിൽ ഒരിക്കൽ പ്രത്യേകമായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും പ്രത്യേക
പ്രത്യേകമായി ജന്നത്തുൽ ബഖീഇൽ ചെന്നുകൊണ്ട് പ്രത്യേകമായ ഒരു സിയാറത്ത് നടത്തിയിരുന്നു എന്ന് കാണാം. അതേപോലെയാണ് വർഷത്തിൽ ഒരിക്കൽ നാം സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹസൻ സഖാഫിൽ ഹദറമി തങ്ങളുടെയും ഉറൂസ് അത് പ്രമാണിച്ച് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിയാറത്ത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നല്ല മഴയായിരുന്നു. നമുക്ക് മഴ വേണം, മഴ വേണ്ടാന്ന് വാർക്കാൻ പറ്റൂല. മഴ ഞങ്ങൾക്ക് ഖൈറാണെങ്കിൽ നീ തരണേ റഹ്മാനേ, അങ്ങനെയാണ് നമ്മൾ വാർക്കേണ്ടത്. മഴ ഞങ്ങൾക്ക് ഖൈറാണെങ്കിൽ എനിയും നൽകണം. നിന്റെ ഹഖിൽ മഴ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഹവലൈനാ ലാ അലൈനാ, ഞങ്ങളുടെ മേലിൽ നൽകാതെ ചുറ്റുഭാഗത്ത് മഴയെ നീക്കി ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ഇവിടെ നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയോ? വൽ മുദബ്ബിറാത്തി അംറാ, ഖുർആൻ പറഞ്ഞു നിങ്ങളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹു തന്നെയാണ്. പക്ഷേ ഇവിടെ മഴ പെയ്യിപ്പിക്കാൻ ഇടി, മിന്ന്, കാറ്റ് ഇത് മുതലായവത് അതിന് ഒരു മലക്കിനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതുപോലെ വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി, ഈ ചെറിയ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവ് കുറഞ്ഞതിൽ വെച്ച് അമ്മാന്റെ വയറ്റിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. പ്രസവിച്ച് വലുതായി ഒരു 63 കൊല്ലമോ 73 കൊല്ലമോ ഇവിടെ ജീവിച്ച് നിങ്ങൾ കണ്ടോ നമ്മുടെ എരുമാടിൽ മുൻകഴിഞ്ഞു പോയ ഉസ്താദുമാർ. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് ഇന്നില്ല, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ. സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുഴുവനും ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായിരുന്നു അലി ഉസ്താദ്. അതുപോലെ നമ്മൾ ഇവിടെ പറഞ്ഞു പോയ ധാരാളം മഹ്മൂദ് ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ. അങ്ങനെ ഈ സൂഫി ഷഹീദ് തൽക്കാലം നീ ഞങ്ങൾക്ക് നിർത്തിവെച്ചിരുന്ന് ഈ മഹാന്മാരുടെ ഉറൂസ് സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ കൽബൊക്കെ നന്നാക്കണേ, ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഒരാളെ മുമ്പിൽ നീ ഞങ്ങളെ ഫളീഹത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. സൂഉൽ ഖാതിമയെ തൊട്ട് കാക്കണേ അല്ലാഹ്. എത്രയോ മുഅ്മിനീങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം തരണേ അല്ലാഹ്. ഇവിടുത്തെ ഉറൂസിന്റെ എല്ലാ ചൂട് കൊണ്ട് ശക്തമായ ചൂട് പല സ്ഥലങ്ങളിലുണ്ട്. കേരളത്തിലും നീ ശമനം നൽകണേ അല്ലാഹ്. റബ്ബനാ ഒരു ബൈക്കിന്റെ ചാവ് വീണ് കിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ കയറിപ്പോ കണ്ടിട്ടോ ഞാൻ മുമ്പിൽ ഞാനെന്റെ മിത്രൻ ആജിലായ നിനക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രവാസ ലോകത്ത് ഈ വർഷമെങ്കിലും ഉറൂസിന് വരണമെന്ന് ആഗ്രഹിച്ച ഞങ്ങളെ കൂട്ടുകാരുണ്ട്.
അള്ളാഹുവിനെയും മണ്ണിൽ വന്നുകൊണ്ട് അവർക്ക് സന്തോഷമില്ലാതെ ഒരു പ്രയാസം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അയൽവാസിയായി ആവശ്യമുള്ളത്ര അൽഹംദുലില്ലാ ഇവിടെ നിന്ന് ഒരു കെട്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം, അങ്ങകലയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിലധികം പ്രാവശ്യം ഇപ്പോൾ വാങ്ങാൻ പാടില്ല എന്ന് നിങ്ങളോട് പറയേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് അറിയാം. എത്രയോ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വർഷങ്ങൾ എത്രയോ ആയി ഉറൂസ് നടക്കുകയാണ്.